Mayadas? Yes, I am Mrs. Mayadas. What do you want? I am Prince. I want to talk to you about this girl. ഞങ്ങൾ ഇന്നലെ മുതൽ അന്വേഷിക്കുകയായിരുന്നു. ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. വരൂ. ഇരിക്കൂ. ഹലോ. ഹലോ. ദേ, മഞ്ജുവിനെ കുറിച്ചാണ് ഇവർക്ക് അറിയേണ്ടത്. I am Prince. I am Das. ഹലോ. മഞ്ജുവിനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? മഞ്ജു അല്ല, അഞ്ജു. ചിലപ്പോ മഞ്ജു തന്നെ ആയിരിക്കും. പേര് മാറ്റി പറഞ്ഞതാവാ കുട്ടി. എഡിറ്ററാണ് പറഞ്ഞ ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാന്ന്. ഇരിക്കൂ. ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഈ കുട്ടി മരിച്ചിട്ട് 2 വർഷമായി എന്നറിയുമ്പോഴുള്ളൊരു കൺഫ്യൂഷൻ. ഇന്നലെ വരെ ഈ കുട്ടി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെന്നോ? നോ, അത് ഈ കുട്ടി ആയിരിക്കില്ല. ഷുവർ. കഴിഞ്ഞ 6-7 ദിവസങ്ങളായി ഈ കുട്ടി ഞങ്ങളോടൊപ്പം എന്റെ വീട്ടിലുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ ചരമക്കുറിപ്പ് ആരെങ്കിലും കൊടുക്കൂ? നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അല്ല അല്ല, ഈ ചിലപ്പോ മഞ്ജുവിന്റെ സഹോദരിയായിരിക്കും. അഞ്ജു നമ്പ്യാർ, മരിച്ചുപോയ മഞ്ജുവിന്റെ ഇരട്ട സഹോദരി, കേണൽ ദേവൻ നമ്പ്യാരുടെ മകൾ. പക്ഷേ ആ കുട്ടി ഞങ്ങളോട് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. മഞ്ജുവിന്റെ ഫാമിലി സ്റ്റോറിയാണ്. ഞാൻ തന്നെ എഴുതിയതാ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഊട്ടിയിലേറെ സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു ദുരന്തമായിരുന്നു അത്. ഇത് അഞ്ജു, ഇത് മഞ്ജു, ഇത് കേണൽ ദേവൻ നമ്പ്യാർ. അവരുടെ ആൽബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫോട്ടോസാണ്. കുട്ടികൾക്ക് 2-3 വയസ്സുള്ളപ്പോ ബാംഗ്ലൂരിൽ വെച്ച് ഒരു ആക്സിഡന്റിൽ അവരുടെ അമ്മ മരിച്ചു. ആ അച്ഛനോടും വിധി ക്രൂരത കാട്ടി. ബാരക്കിനകത്തും പുറത്തും ദേവൻ നമ്പ്യാർക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു. രഹസ്യമായി സ്റ്റോറിൽ നിന്നും ആയുധങ്ങൾ പുറത്തു കടത്തിയിരുന്ന ഒരു സംഘത്തെ പിടികൂടിയതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. പുറത്തുള്ളവർ നമ്പ്യാരെ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഒന്നിനും വഴങ്ങാത്ത നമ്പ്യാർ അവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. പട്ടാള കോടതി അവർക്ക് ശിക്ഷയും വിധിച്ചു. പക്ഷെ തിരിച്ചടിക്കാനായി പുറത്തുള്ളവർ കാത്തിരിക്കുകയായിരുന്നു. നമ്പ്യാർ റിട്ടയർ ചെയ്തു. കേണലിന്റെ അധികാരങ്ങളൊന്നും തന്നെ ഇല്ലാതെ ബാരക്കിന് പുറത്ത് തന്റെ മക്കളുമായി കഴിഞ്ഞിരുന്ന നമ്പ്യാരെ തേടി അവര് വന്നു. എന്താ?
മഞ്ജു തന്റെ മകളെ നശിപ്പിച്ച ആ ചെറുപ്പക്കാരെ ക്രൂരമായി വെടിവെച്ചു കൊന്ന ആ മനുഷ്യനോട് നിയമം എന്തിന് ദയവ് കാട്ടണം? മരണം വരെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു. ഈ 15-ാം തീയതിയാണത്രേ ആ ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 15-ാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഒരിക്കൽ ഊട്ടി വെച്ച് കണ്ടപ്പോ ഞാനൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ഒരു ഫോട്ടോ എടുക്കാൻ പോലും ആ കുട്ടി സമ്മതിച്ചില്ല. ദേവൻ നമ്പ്യാരെ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോടതിയോടുള്ള അയാളുടെ ഏക റിക്വസ്റ്റ് അത് മാത്രമായിരുന്നു. ഇവിടെ വെച്ചാണല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചത്. അതുകൊണ്ടാണത്രേ തന്റെ അന്ത്യവും ഇവിടെ വെച്ച് തന്നെ ആകണമെന്ന് അയാൾ ആവശ്യപ്പെട്ടത്. അച്ഛന്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ എന്തായാലും ആ കുട്ടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറ്റിയാൽ അന്ന് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. ഓക്കെ, താങ്ക് യു വെരി ശരി. മച്ച്. ഓക്കെ.